ഈ മാജിക്കിന് എന്നെ സഹായിക്കാനായിട്ട് ഈ ഇടവകയിലെ മുതിർന്ന ഒരാൾ കടന്നു വരിക. ഒരു 10 രൂപയും ഒരു ചെറിയ തൂവാലയും കൈവശം ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഒരാൾ കടന്നു വരും, ആരെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോരും ഒരാൾ, മുതിർന്ന ഒരാൾ. ഒരു തൂവാലയും 10 രൂപയും മതി. പ്ലീസ് കം. നല്ലൊരു ഗൈഡ് കൊടുക്കുക. ഒരാൾ കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് വരിക, സമയം പോന്നു. ഓക്കെ, പ്ലീസ് കം. നല്ലൊരു ഗൈഡ് കൊടുക്കുക വരുന്ന ആൾക്ക്. സാറിൻ്റെ പേരെന്താണ്? ജോൺസൻ്റെ കൈവശം ഒരു തൂവാലയുണ്ട്. ജോൺസൻ്റെ കയ്യിൽ ഒരു തൂവാലയോ 10 രൂപയുണ്ടോ 5 രൂപയോ ഏതെങ്കിലും ഒരു ചെറിയ നോട്ടുണ്ടെങ്കിൽ 10 രൂപയോ ആരെങ്കിലും ഒരാൾ ജോൺസന് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരാളെ സഹായിക്കുന്നു. അല്പം വസ്ത്രം കൊടുത്തും അല്ലെങ്കിൽ പൈസ കൊടുത്തും സഹായിക്കുന്നതിൻ്റെ സൂചകമായിട്ട് ഈ ബാഗിലേക്ക് ജോൺസൺ അത് ഇടാൻ പോവുകയാണ്. ഒരു തൂവാല നമുക്കിടാം. ഒരു 10 രൂപ. ശരി, ഇയാളെ സഹായിക്കുകയാണ്. ജോൺസൻ്റെ തൂവാലയും 10 രൂപ അതിനകത്തുണ്ട്. ജോൺസൺ വിശ്വസിക്കില്ല. ഈ ബാഗ് നിറയെ നോട്ടാണ്. ജോൺസൺ സ്റ്റോപ്പ് പറയുന്നതും വരെ നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ ജോൺസൺ, കള്ളന്മാർ എന്നെ അനുഗമിക്കരുത്, മാജിക്കാണ്. ജോൺസൺ പറയുന്നു മതിയെന്ന്. സ്റ്റോപ്പ് ചെയ്യണോ? ജോൺസൺ പറയുന്ന പോലെ ജോൺസൺ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. കുറച്ചുകൂടെ വേണോ? വേണ്ട, ജോൺസൺ മതിയെന്ന്. ശരി ജോൺസൺ, നമ്മൾ ബൈബിൾ ഒരു വചനം വായിക്കും, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അല്ലേ? ഒരു വചനം ഇല്ലേ? ഈ മെസ്സേജ് ഇവിടെ പറയുന്ന മോൻ ഇവിടെ റെഡിയാണ്, മെസ്സേജ് പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്ന ഈ ബാഗ് നിറയെ നോട്ടാണ്.
ജോൺസൺ സ്റ്റോപ്പ് പറയുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അവിശ്വസിക്കും, ജോൺസൺ നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടാണ്. ഇത് നിറയെ നോട്ടാണ്, ചുമ്മാ പറയുന്നതല്ല, കംപ്ലീറ്റ് നോട്ടാണ്. കൊടുക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളന്ന അളവുകോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും ദൈവം നമുക്ക് അതിന്റെ പ്രതിഫലം നൽകും.